നമുക്കിന്നേ എളുപ്പത്തിലൊരു ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. ബീഫ് കറി എളുപ്പത്തിലെന്ന് പറയുമ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ടേസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആദ്യം കുക്കർ വെച്ചിട്ടേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കാര്യങ്ങളിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് പാതി വഴണ്ടി വന്നാൽ മതി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ അടിക്കുന്നതുകൊണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞ് ചേർന്നോളും. അതിലേക്ക് നമ്മൾ ബീഫാണ് തട്ടി കൊടുക്കുന്നത്. ബീഫ് ഞാൻ ഓൾറെഡി മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും കാര്യങ്ങളും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 വിസിലടുപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഈ ബീഫ് വെക്കുമ്പോൾ നാരങ്ങാ നീരും വിനാഗിരിയൊക്കെ തിരുമിയിട്ട് വെക്കുന്നവരുണ്ട്. അവർ ബീഫ് വേവിക്കുമ്പോൾ 2-3 വിസിലടുപ്പിച്ച് ഓഫാക്കിയിട്ട് അതിൻ്റെ ആവി ഫുള്ള് പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടി അടുപ്പിച്ചാൽ മതി കേട്ടോ. കാര്യം ആ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ.